കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനുജയാണെങ്കിൽ മിത്രനെ മീനാക്ഷിനെ കൂടെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും കൊള്ളാട്ടോ. ഇത് ഏതമ്പലത്തിലെ ഉത്സവത്തിന് മേടിച്ചാ 5-10 രൂപയുടെ മാല ഇട്ടോണ്ട് വന്നാണമില്ലേ. ഇങ്ങനെ ഒരു നല്ല ചടങ്ങിന് പോണ സമയത്ത് ഇങ്ങനെയൊക്കെ ഇട്ടോണ്ടാണോ പോണേ, അതോ ഇനി ഈ ചടങ്ങ് മുടക്കാൻ വേണ്ടി പോകുന്നാണോ? ബാലന്റെ കുടുംബത്തിൽ നിന്ന് ചെല്ലുന്ന പറയുമ്പോ അതിൻ്റെതായ അന്തസ്സും കാര്യങ്ങളൊക്കെ വേണം. ഇതൊന്നും ഇല്ലാതെ ഈ കുഞ്ഞു പിള്ളേർ ഡാൻസ് കളിക്കാൻ ഇട്ടോണ്ട് പോകുന്നു, മാല ഇട്ടോണ്ട് പോകുന്നു എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് ആകപ്പാടെ പെരുത്ത് കയറി. മീനാക്ഷി മിത്രയോട് പറഞ്ഞു, ഇവള് കളിച്ച് അങ്ങോട്ട് കയറി പോവാണല്ലോ, എനിക്ക് നല്ല നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട് മിത്ര എന്ന് പറയണം. മിത്ര പറഞ്ഞു, തൽക്കാലത്തേക്ക് ചേച്ചി ഒന്നും മിണ്ടണ്ടെന്ന് പറയണം. ഈ സമയത്ത് ആര്യം പറഞ്ഞു, അതെ കുറച്ച് പളപള മിന്നുന്ന സാരി ഉടുത്ത് കുറച്ച് ആഭരണം ഇട്ട് പോയതുകൊണ്ടൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടെന്ന് തോന്നില്ല അനി ചേച്ചി. അതെ, മനസ്സിലാണ് കാര്യം എന്ന് പറയണം, ഒരാളുടെ വ്യക്തിത്വത്തിലാണ് കാര്യം, അല്ലാതെ സ്വർണ്ണാഭരണങ്ങളൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടതും അനിച്ചു പറഞ്ഞ, അതൊക്കെ നിനക്ക് പറയാം, നിന്റെ ഭാര്യയ്ക്കില്ലാത്തന്നെ കുഴപ്പമല്ലേ. അതെങ്ങനെയാ, നല്ല രീതിയിൽ കല്യാണം കഴിച്ചാലേ സ്വർണം കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇതൊന്നും ഇല്ലല്ലോ. വലിഞ്ഞു കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണമൊക്കെ ആര് കൊടുക്കാനായിട്ടാ? സ്വർണ്ണമൊക്കെ കൊടുക്കണമെങ്കിൽ നല്ല രീതിയിൽ 4 ആൾ അറിഞ്ഞ് കല്യാണം നടത്തണം, അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് ആരിതൊക്കെ കൊടുക്കാനാന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്കാണ് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. ഗോമതി മിത്രയുടെ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആ സമയം ആകാശം എന്നിട്ട് പറഞ്ഞു, അല്ല അനേശയ്ക്ക് ഇത് എന്തിന്റെ കുഴപ്പം? അത് വെറുതെ എന്തിനാ ഓരോന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ? നല്ലൊരു ദിവസമായിട്ട് സ്വർണം കുറവാണ് പോലും, ചേച്ചി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടല്ലോ, അത് പോരേന്ന് ചോദിക്കാം. അതെ, ഞാൻ ആവശ്യത്തിനൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയണം. ഈ സമയം ധർമ്മം പറഞ്ഞു, അതെ അങ്ങോട്ട് നോക്കിയേ, ആ ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കിയേ, ആനന്ദിന്റെ മുടിയൊക്കെ എന്തോ പാറി പറഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ചേച്ചി ആ മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പൊ ഒരു ചീപ്പ് എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞോണ്ട് അകത്തേക്ക് പോവാണ് അനുജ. ഈ സമയത്ത് ഗോമതി എന്ത് ചെയ്തു, മിത്രനെയും മീനാക്ഷിനെയും വിളിച്ചിട്ട് ബാ അകത്തേക്ക് കയറി വരാൻ പറയണം. അല്ല എങ്ങോട്ടമ്മേ? ഇങ്ങോട്ട് വാ പറയാന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം. അങ്ങനെ മുറിയിലേക്ക് എന്നു. എന്താമ്മേ കാര്യം? പിന്നീട് ഗോമതി അലമാരി തുറന്ന രാമാടപ്പെട്ടി എടുക്കുകയാണ്. അത് തുറന്നു കാണിച്ചപ്പോ രണ്ടുപേരും ഞെട്ടിപ്പോയി. ആ നിറച്ച് സ്വർണ്ണാഭരണങ്ങളായിരുന്നു, മാലയും വളയും കമ്മലും എല്ലാം ഉണ്ടായിരുന്നു. ദേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞാൽ അതങ്ങോട്ട് ബെഡിലേക്ക് അങ്ങ് തുറന്നു വെക്കുവാണ്. പെട്ടെന്ന് മിത്ര പറഞ്ഞു, എനിക്കൊന്നും വേണ്ട അപ്പച്ചി എന്ന് പറയണ. മീനാക്ഷി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. ഓഹോ, ഒന്നും വേണ്ടല്ലേ? എന്നിട്ട് ഇങ്ങനെ പോവാനാണോ തീരുമാനം? നല്ല അന്തസ്സായിട്ട് തന്നെ പോണം. ദേ ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ എടുത്ത് അണിഞ്ഞോളാൻ പറയണം. ഈ സമയം പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അതെ എന്റെ കഴുത്തിൽ കിടന്നത് സ്വർണ്ണമാലയല്ലേ, എനിക്കിതൊക്കെ മതി, മിത്രയ്ക്ക് കൊടുത്തോളാം അമ്മയെന്ന് പറയണം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, വേണ്ട അപ്പച്ചി, എനിക്കിതിടാനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്ന് പറയണം. ആര് പറഞ്ഞു യോഗ്യതയില്ലെന്ന്? അതെ നിങ്ങൾ രണ്ടുപേരും എന്റെ മരുമക്കളാ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇടാനുള്ള യോഗ്യതയുണ്ട്. നിങ്ങൾക്കില്ലെങ്കിൽ പിന്നെ ആർക്കാ ഉള്ളത്? ഒരു പക്ഷെ എന്റെ മക്കളോട് പോലും ഞാൻ ഇത്തിരി ഇത് കാണിച്ചെന്നിരിക്കില്ല, കാരണം അതിനേക്കാൾ സ്നേഹമുണ്ട് എനിക്ക് നിങ്ങളോട്. ഞാൻ നിങ്ങളെ മരുമക്കളായിട്ടല്ല കാണുന്നതെന്നൊക്കെ പറയണം. പിന്നീട് ഗോമതി അതിനകത്തുനിന്ന് 2 വലിയ നെക്ലേസ് എടുക്കുകയാണ്, ഇടാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, എനിക്ക് വേണ്ട, മിത്രയ്ക്ക് കൊടുത്തേക്കാൻ പറയണം. പിന്നീട് മിത്രനെ അണിയിക്കുക. അപ്പോഴേക്കും ഗോമതി അടുത്തും കൂടെ എടുത്തിട്ട് പറഞ്ഞു, അതെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇതും കൂടെ അണിയണമെന്ന് പറയണം. അങ്ങനെ മീനാക്ഷിക്കും കൊടുക്കണം. നിറയെ അവരെ രണ്ടുപേരും കൂടെ ആവരണം അണിയിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ഇപ്പൊ നല്ല സുന്ദരി ആയിട്ടുണ്ട്, എന്റെ മരുമക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോ, കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്നൊക്കെ പറയാണ്. ഈ സമയം മീനാക്ഷി അമ്മമ്മയ്ക്ക് ഒരു പക്ഷെ മിത്രേനെ തന്നെ വിളിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ അമ്മേനെ പിന്നെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പറയണേ. നീ എന്താടി അങ്ങനെ പറഞ്ഞേ? അല്ല അത് പിന്നെ ഞാനോർത്തു ഇനിയിപ്പൊ അമ്മ മിത്രനെ എങ്ങനെ വിളിച്ചോണ്ട് തനിച്ച് സ്വർണം കൊടുക്കുമായിരുന്നെങ്കിലേ, ഒരു പക്ഷേങ്കില് അമ്മയുടെ ആങ്ങളയുടെ മോളാണല്ലോ അത്, അപ്പം ചിലപ്പോ അമ്മ അങ്ങനെ ഒരു പക്ഷാഭേദം കാണിച്ചായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിന് നല്ല വിഷമമായി പോയെന്നറിയാം. ഇത് കേട്ടപ്പോൾ ഗോമതി, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും എന്റെ മരുമക്കൾ തന്നെയാ, അതിനകത്തിപ്പം ആങ്ങളയുടെന്നോ അങ്ങനെ മുറപ്പെടണമെന്നോ അങ്ങനെ ഒരു ഇതൊന്നും എനിക്കില്ലാന്ന് പറയണം. എന്നാ ശരി വാന്നും പറഞ്ഞ് അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ. ഈ സമയത്ത് ആനന്ദിന്റെ മുടിയൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യുവാണ് അനുജ. എന്നിട്ട് പറഞ്ഞു, എല്ലാത്തിനും എന്റെ കൈ കൂടണം, അല്ല എങ്ങനെ ശരിയാവണേന്ന് പറയണം. അങ്ങനെ സെറ്റ് ചെയ്തിട്ട് തിരിയുമ്പോഴാണ് മീനാക്ഷി മിത്രയും കൂടെ അങ്ങോട്ട് വരുന്നേ. അവരെ കണ്ടതും ഒന്ന് അടിമുടിയും നോക്കിയൊന്ന് അനുജ. എന്നിട്ട് പറഞ്ഞു, ആഹാ ഇതെന്താ, ഇത് കൊള്ളാലോ, ഇത് അമ്മയുടെ മാലയല്ലേന്ന് ചോദിക്കുകയാണ്. ഓഹോ, അപ്പൊ അമ്മ രണ്ടും കൽപ്പിച്ചല്ലേ ആ ചടയമംഗലത്തെ ക്ഷേത്രത്തെ ഉത്സവത്തിന് പോകാനായിട്ട് ഈ മാല അമ്മയോടും ചോദിച്ചിട്ട് അമ്മ എനിക്ക് തന്നോ? എന്നാലും ഇപ്പൊ കണ്ടില്ലേ അമ്മ അമ്മയുടെ മരുമക്കൾക്ക് മാല കൊടുത്ത് കണ്ടില്ലേ? അച്ഛാ ഇത് കണ്ടോ, ഈ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ ശരിയാ, അമ്മയ്ക്കെന്നല്ല ഈ കുടുംബത്തിൽ ആർക്കും എന്നോട് സ്നേഹമില്ലെന്ന് പറയാണ്.
ഇത് കേട്ട് കഴിഞ്ഞപ്പം കോമതി പറഞ്ഞു, അങ്ങനെ നീ പറയരുത് അനുജയെന്ന് പറയണം. ബാലൻ പറഞ്ഞു, നീ എന്ത് പരിപാടിയെ കാണിച്ചേ? മോൾക്കൊന്നും ഇടാൻ കൊടുക്കാത്ത എന്താന്ന് ചോദിക്കാം. ഇവൾക്ക് ഇടാൻ കൊടുക്കണം പോലും ഞാന്. ഇവൾക്ക് ഇടാൻ കൊടുത്തിട്ടുണ്ടെ പിന്നെ തിരികെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? 2-3 മാല ഇതിനും ഇടാനായിട്ട് കൊണ്ടുപോയി, പിന്നെ ഇങ്ങോട്ട് കണ്ടേ ഇല്ലത്. അതവള് സ്വന്തമാക്കി. അതൊരു മാലയല്ലേ ഇപ്പൊ നീ ഇട്ടേക്കണെന്ന് ചോദിക്കണം, ഒരു വലിയ നെക്ലേസ് കാണിച്ചിട്ട്. അനുജ പറഞ്ഞ, അത് പിന്നെ ഞാന് വേണ്ട വേണ്ട, കൂടുതൽ പറയൊന്നും വേണ്ട. ബാലൻ പറഞ്ഞു, അതെ, അമ്മയുടെ പെട്ടിയിലിരിക്കുന്ന എല്ലാം മോളുടെ പെട്ടിയിലേക്ക് വരണമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ? മോൾക്ക് തരാനുള്ള എല്ലാം തന്നു വിട്ടല്ലേ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. ധർമ്മം പറഞ്ഞു, ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ നോക്കണം, അല്ലാതെ കാര്യമില്ല എന്ന് പറയണം. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് മിത്രയും മീനാക്ഷിയും കൂടെ ഇറങ്ങി വരുമ്പോഴത്തേനും ആ കോലം കാണുന്നത് ഒരു ചെറിയ കോലം. ആഹാ, ഇതാണോ അനുജ ചേച്ചി വലിയ കോലമാണെന്നും പറഞ്ഞ് വരച്ചു വെച്ചേ. അപ്പോഴേക്കും അനുജ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ പിടിച്ചില്ലേന്ന് ചോദിക്കണം. ഇതിനേക്കാളും ഇരട്ടിയുടെ ഇരട്ടിയുള്ള കോലം അല്ലായിരുന്നു ഞങ്ങൾ വരച്ചേ, എന്നിട്ടൊരു കുഞ്ഞു കോലം മിറ്റത്തിട്ട് വെച്ചിരിക്കുന്നു, നാണമില്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടോണ്ട് ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി, അതല്ലേലും ശരിയാണല്ലോ. അനുജ പറഞ്ഞു, പിന്നെ അമ്മ വെറുതെ കള്ളത്തരം പറയണ, ഇത് ഞാൻ വരച്ച കോല വലിയ കോലം എന്ന് പറയണ, അതല്ലേലും നീ അങ്ങനെയാണല്ലോ. ആടിനെ പട്ടിയാക്കാൻ സ്വഭാവമാണല്ലോ നിന്റെ, നീ പിടിച്ചാ പിടിച്ചിടം കൊണ്ടല്ലേ അനുജേ, വെറുതെ എന്തിനാ കള്ളത്തരം പറയുന്നേ? അതെ, മീനാക്ഷി മിത്ര നല്ല അടിപൊളിയായിട്ട് വലിയ കോല വരച്ചിരുന്നേ, നീയാണ് ഒരുമാതിരി കുഞ്ഞു കോലം വരച്ചോണ്ട്. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. പിന്നീട് അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരിക. അപ്പൊ 2 വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ബാലൻ. ഗോമതി ചോദിച്ചു, ഇതിനകത്ത് ഏത് വണ്ടിക്കകത്ത് ഞങ്ങൾ കയറേണ്ടതെന്ന് ചോദിക്കണം. ഈ സമയം ബാലൻ പറഞ്ഞു, അതെ, ആനന്ദും ഗോമതിയും മീനാക്ഷി മിത്ര ഒരു വണ്ടിക്ക് കയറട്ടെ എന്ന് പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് കയറാൻ പോകുന്ന സമയത്താണ് കൃഷ്ണമംഗലത്ത് നിന്ന് സാവിത്രിയമ്മ നോക്കുന്നുണ്ട്. പെട്ടെന്ന് സാവിത്രിയമ്മ ഓർത്ത്, ഇതെല്ലാരും കൂടെ എങ്ങോട്ടായിരിക്കും? പെട്ടെന്ന് ആനന്ദിനെ കണ്ട്, ഓഹോ, ഒരുപക്ഷെ ഇവന്റെ വിവാഹ നിശ്ചയമായിരിക്കും എന്ന്. ആ സമയം ഗോമതി കണ്ടത് സാവിത്രിയമ്മനെ കണ്ടു. ഇതാണ് മോനെ, ആ മുത്തശ്ശി നിൽക്കുന്നു, അനുഗ്രഹം മേടിക്കാൻ പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, ആനന്ദ് അവിടെ നിന്ന് കൈ കൂപ്പി കഴിയുമ്പോഴത്തേനും 2 കൈ എടുത്ത് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെ കാണിക്കണം. ദൂരെയാണെങ്കിലും അനുഗ്രഹം ഉണ്ടെന്നുള്ള രീതിയിൽ കാണിക്കണം. എന്തെന്നെല്ലാം സന്തോഷം തോന്നി കോമതിക്ക്. അപ്പോഴാണ് അകത്തുനിന്ന് അച്യുതനും നന്ദിതയും രാജശ്രീ അവരെല്ലാരും കൂടെ ഇറങ്ങി വരുന്നത്. അവര് വന്നിങ്ങനെ നോക്കുവാണ് ഈ കാഴ്ച. അപ്പത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ആ സമയത്ത് ബാലൻ അങ്ങോട്ട് വരുവാണ്. ബാലൻ വന്നിട്ട് എന്താ ഇങ്ങനെ നോക്കി നിൽക്കണമെന്ന് ചോദിക്കണം. അപ്പോഴാണ് അവരെ കണ്ടേ. ഓഹോ, അപ്പൊ ഇതാണല്ലേ കാര്യം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ബാലേട്ടാ ഒന്നും പറയാൻ പോകണ്ടെന്ന് പറയണം, ഞാൻ ഒരു വാക്കൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയണം. പിന്നീട് ബാലൻ പറഞ്ഞു, ചില പെരട്ടകളൊക്കെ ഇവിടെ കല്യാണം മുടക്കാണ്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കല്യാണം മുടങ്ങിയില്ല. എന്റെ മകന്റെ വിവാഹ നിശ്ചയം നല്ല ഗംഭീരമായിട്ട് നടക്കാൻ പോന്നെ ഉദയഭാനു സാറിന്റെ മോളെയാണ് വിവാഹം കഴിക്കാൻ പോണേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്യുതനക്ക് എന്ത് ചെയ്യണം നടത്തില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അച്യുതനക്ക് ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലല്ലോ അത്. കാരണം ഈ വിവാഹം മുടക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്താണ്, എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാ, പക്ഷെ വിവാഹം മുടങ്ങില്ല. അവസാനം ഗോമതി പറഞ്ഞു, ബാലേട്ടാ ഇങ്ങനൊന്നും പറയണ്ട, ബാ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ്. ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ് രാജശ്രീയും അച്യുതനും ഒക്കെ. നന്ദിതയ്ക്കും സാവിത്രാമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി, നല്ലൊരു കാര്യമാണല്ലോ നടക്കാൻ പോകുന്നത്. ഈ സമയം മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലോകനോടും അച്യുതനോടുമായിട്ട് രാജശ്രീ പറഞ്ഞു, അതെ, എന്ത് പരിപാടിയാ, കണ്ടില്ലേ, നമ്മൾ ആ കല്യാണം മുടക്കാൻ മാക്സിമം നോക്കിയതല്ലേ, എന്നിട്ട് എന്തായി? ആ കല്യാണം മുടക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. അച്യുതൻ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ആ ഉദയഭാനു നമ്മളെ ചതിച്ചെന്ന് പറയണ. വിവാഹ നിശ്ചയല്ലേ കഴിയാൻ പോകുന്നുള്ളൂ, ഇനിയിപ്പൊ കെട്ടുകല്യാണം കിടക്കുമല്ലേ, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അലോക് പറഞ്ഞു, കല്യാണം നടക്കരുത് അച്ഛാന്ന് പറയണ. രാജശ്രീ പറഞ്ഞു, അത് ശരിയാ, ഈ കല്യാണം നടക്കരുത്, എന്റെ മോൻ ഇങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേനും അവരങ്ങനെ സൂഹിക്കണ്ട, ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന് പറയണം. ഈ സമയം ഉദയഭാനും ശ്രീകലയും കൂടെ അവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓടിപ്പാഞ്ഞിടന്ന് നടത്തുവാണ് എല്ലാ കാര്യങ്ങളും. കാരണം ആകെപ്പാടെ ടെൻഷനാ. ബാലിനും കൂട്ടരും വരാനായിട്ട് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും ഉദയഭാനി കാറ്ററിംഗ് പിള്ളേരെ ഇങ്ങോട്ട് വിളിച്ചിട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, അതേ, കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടി ചെയ്തോണം, വെറുതെ ഒന്നും അല്ല, പണം തന്നിട്ടല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടിച്ചപ്പോ അവര് ചോദിച്ചു, പണം എവിടെ തന്നു? അല്ല ഇനി തരൂലോ, ഇത് കഴിഞ്ഞ് പരിപാടി കഴിയുമ്പോൾ പണം തരൂലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുവാണ്. ശരി ശരി എന്ന് പറഞ്ഞങ്ങോട്ട് പോകുമ്പോഴത്തേനും ശ്രീകല ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ മനുഷ്യ അവരോട് കാറ്ററിംഗ് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് കാര്യങ്ങള്? ഫുഡ് വിളമ്പുന്നതിനെ കുറിച്ച്. ഇപ്പൊ എന്താ പറയണേ? ഇതേ കുറേശ്ശെയൊക്കെ വിളമ്പുന്ന കാര്യം പറഞ്ഞു. എന്റെ ശ്രീകലെ, അതെങ്ങനെ പറയണേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെ ഇങ്ങനെ ശരിയാവുന്നേ. ഒരുപക്ഷെ ഇത്ര വലിയ സെറ്റപ്പിൽ ഈ ഉടുപ്പും ഡ്രസ്സും ഒക്കെ ഇട്ടിട്ട് ഇനി നമ്മൾ അങ്ങനെ അവരോട് എങ്ങനെ പറയുന്നത്? അവരെന്ത് വിചാരിക്കുന്നു ചോദിക്കാം. അതെ, എനിക്ക് അങ്ങനെ കൂടുതൽ വിചാരിക്കാനൊന്നുമില്ല, ഞാൻ പറയാനുള്ള പറയും എന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരെ ഇങ്ങോട്ട് തിരികെ വിളിക്കുകയാണ്. ഇങ്ങോട്ട് വന്നേന്ന് പറയണം. അതെ, ഫുഡ് വിളമ്പുമ്പോൾ സൂക്ഷിച്ച് വിളമ്പണം, ചോദിക്കുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയും. ഇത് കേട്ടതും അതിൻ്റെ ഒരു കൊച്ചു പറഞ്ഞു,
അതിനിപ്പം ചോദിക്കുന്നവർക്ക് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയാ. ഇത് കേട്ടതും ശ്രീകല പറഞ്ഞു, അതൊക്കെ മനസ്സിലായി, പക്ഷെങ്കിൽ ഉണ്ടല്ലോ 10 പേർക്ക് വിളമ്പേണ്ട ഫുഡ് 20 പേർക്ക് വിളമ്പണമെന്ന് പറയണേ. 20 പേർക്ക് വിളമ്പണോ? ആ അതെ, നോക്കിയും കണ്ടും കൂടെ വിളമ്പിയാൽ മതി എന്ന് പറയണേ. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേനും ഉദയഭാനോട്, നീ എന്തിനാണ് ഇങ്ങനെ പിശുക്ക് കാണിക്കണമെന്ന് ചോദിക്കാം. പിന്നെ ബാക്കി വരുന്ന മിച്ചം എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചാലേ 2 ആഴ്ച സുഖമായിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ നാളെ മുതൽ മുകളിലേക്ക് നോക്കി പട്ടിണി ഇരിക്കേണ്ട വരുമെന്ന് പറയണം. ഇത് കേട്ടപ്പം ഉദയഭാനോട് പറഞ്ഞു, സമ്മതിച്ച് തന്നിരിക്കും നിന്നെ ഞാനെന്ന് പറയണം. അപ്പോഴേക്കാണ് ഉദയയുടെ ബന്ധുക്കാരൊക്കെ വരുന്നത്. അവരെ ചെന്ന് സ്വീകരിക്കുകയാണ് ഉദയഭാനും ശ്രീകലയും കൂടെ. അപ്പം ശ്രീകലയെ നോക്കിയിട്ട്, എന്നാലും ശ്രീകല, നിങ്ങൾ ഇത്ര വലിയ സെറ്റപ്പിലാന്നുള്ള കാര്യം അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. മോൾക്ക് കിട്ടുന്ന വലിയ ഏതൊരു കുടുംബത്തിലെ പയ്യനെയാന്ന് അറിഞ്ഞല്ലോ എന്ന് പറയണം. അതെ, വലിയ കുടുംബത്തിൽ തന്നെയാന്ന് പറയാം. സമ്മതിച്ചു തന്നിരിക്കുന്നു, നല്ല കാലം വന്നപ്പോൾ ഞങ്ങളെയൊന്നും അറിയിക്കില്ല കേട്ടോ എന്ന് പറയണം. ശരി ശരി, അകത്തേക്ക് ചെല്ലാൻ പറയണം. അവരങ്ങനെ അകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ ശ്രീകല പറഞ്ഞു, മനുഷ്യന്മാരുടെ ഒരു കുശുമ്പേ, നമ്മളേതാണ്ട് വലിയ നിലയിലാന്ന് ഓർത്തോണ്ട് അവര്. ഞാൻ കരുതി ഇവർക്ക് നമ്മളെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലായിരിക്കുന്നു, ഇവരെന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നില്ലേ ഉദയേട്ടാന്ന് ചോദിക്കുക. എന്തറിയാനായിട്ട്, ഇവർക്കൊന്നും അറിയത്തില്ല എന്ന് പറയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.